തെരുവിളക്കപ്പെടുന്ന ഒരു പ്രക്രിയ അങ്ങേയറ്റം ഓരോ കുടുംബത്തെ സംബന്ധിച്ചിട്ടും ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യക്കാരെ കൊള്ള ചെയ്യുന്നത് അതുപോലെ പോലീസും കോടതിയും വില്ലേജ് ഉദ്യോഗസ്ഥരും ഒരു പരിവാരങ്ങൾ മുഴുവൻ തന്നെ ഈ കുടുംബങ്ങളെ എത്തിക്കാൻ വേണ്ടി വരുന്ന പ്രക്രിയയിൽ ആകെ തകർന്നിട്ട് ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ തകർന്ന് അടിഞ്ഞ് തെരുവോരത്ത് അങ്ങനെ നമ്മൾ തള്ളി നീക്കുന്ന ഒരവസ്ഥ. ഈ ഭയാനകമായ അവസ്ഥ രാഷ്ട്രീയപരമായ നിലപാട് എടുപ്പിക്കുന്ന രീതിയിലേക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മിനി സിവിൽ സ്റ്റേഷനിലുള്ള മാർച്ച്. നമ്മൾ ഇന്ന് നമ്മൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ പോരാട്ട സംഘടനയായ KVMന്റെ പോരാളികൾ പേരാമ്പ്രയുടെ കിഴക്കൻ മേഖലയിൽ കടിയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സുധാരാട്ടന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വരുന്ന ആധാർ ബാങ്കിന്റെ മുതലാളിമാർക്കെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചിരുന്നു. കൊറോണ എന്ന് പറഞ്ഞ മുതലാളിത്ത സമ്പദ്ഘടനയുടെ സൃഷ്ടി, ആ സൃഷ്ടിയുടെ ഭാഗമായിട്ട് 2 കൊല്ലത്തെ അടവ് വലിയ ഭീമമായ സംഖ്യയായിട്ട് പലിശയായിട്ടും മുതലായിട്ടും മാറിയിട്ട് അദ്ദേഹത്തിന് അടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നപ്പോൾ ആധാർ ബാങ്കിന്റെ മുതലാളിക്ക് വേണ്ടിയിട്ട് ഭരണകൂടം ജപ്തി ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ പോരാളികൾ അവിടെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തടയാൻ വേണ്ടിയിട്ട് അവിടെ 50ഓളം വരുന്ന നമ്മുടെ പ്രവർത്തകർ അവിടെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കടക്കണിയിലാകുന്ന ഒരു അവസ്ഥയെ രാഷ്ട്രീയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ കടക്കണി ഇല്ലാതാക്കുന്ന ഒരവസ്ഥ സംജാതമാക്കേണ്ട പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ കേരളയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തമായ പ്രക്ഷോഭം, ജനങ്ങളുടെ കടം എഴുത്തള്ളാൻ വേണ്ടിയിട്ട് അതിശക്തമായ പ്രക്ഷോഭം KVM തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ജനതയെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ 42 ലക്ഷം കോടി രൂപ ബാങ്ക് വായ്പ എഴുതി തള്ളിയിരിക്കുന്നു. എന്നാൽ ജനങ്ങളുടെയോ അവരുടെ ആ എഴുതി തള്ളിയതിന്റെ 15% മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ജനതയുടെ കടം. ഇന്ത്യൻ ജനതയുടെ കിട്ടാക്കടത്തിന്റെ 15% മാത്രമാണ്. എന്നാൽ ഇന്ത്യൻ ജനതയെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കൊളയട്ടകളായ സവർണ ദല്ലാൽ മുതലാളിത്തത്തിന്റെ കിട്ടാക്കടം 85%